വീണ്ടും ഒരു കൊലപാതക കഥയാണ് പുറത്തു വരുന്നത്. മലയാളികളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൊലപാതക കഥ. ഭർത്താവ് ഭാര്യയെ കൊന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പുറത്തു വരുന്ന ഓരോ കഥയും. തിരുവനന്തപുരത്താണ് ഈ സംഭവം നടന്നത്. കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ അമ്പൂരി മായത്ത് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു എന്ന സംഭവമാണ് ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരെ സഹിതം ഞെട്ടിപ്പിക്കുന്നത്. എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരുന്നു. ആ സ്ത്രീക്ക് ഇത് സംഭവിച്ചല്ലോ എന്നുള്ള വേദനയായിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. അമ്പൂരി മായം കോലോത്ത് വീട്ടിൽ രാജിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 39 വയസ്സായിരുന്നു രാജിക്ക്. സംഭവത്തിൽ ഭർത്താവ് മനോജ് സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 50 വയസ്സാണ് മനോജിന്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും കുറച്ചു നാളുകളായി തന്നെ അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം തന്നെ ഏകദേശം 11 വയസ്സുണ്ടായിരുന്നു. അത് തന്നെ ഇവരുടെ ഇടയിലെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 11 വയസ്സ് ഇളയതായതുകൊണ്ട് തന്നെ അയാൾക്ക് സംശയരോഗം ഒരുപാടുണ്ടായിരുന്നതായി തന്നെ പറയുന്നു. ബുധനാഴ്ച രാവിലെ അമ്പൂരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയെ തേടിയെത്തിയ മനോജിന്റെ വീടിന് മുന്നിലൂടെ പോകുകയായിരുന്നു. രാജിയെ ഭർത്താവ് തടഞ്ഞു നിർത്തുകയും വാക്കുതർക്കത്തിനൊടുവിൽ മനോജ് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് രാജിയുടെ മുഖത്തും നെഞ്ചിലും കുത്തുകയും ചെയ്തു. മുഖത്തും നെഞ്ചിലും കുത്തുകളേറ്റ് മൂക്ക് ഛേദിച്ച നിലയിലായിരുന്നു രാജിയെ കണ്ടെത്തിയത്. രാജി ആശുപത്രിയിലെത്തും മുൻപ് മരിച്ചു. മൃതദേഹം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. 1 വർഷത്തോളമായി ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുകയായിരുന്നു രാജി. അമ്മയ്ക്കും അച്ഛനുമൊപ്പമായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. ജോലി ചെയ്ത് അമ്മയും അച്ഛനെയും നോക്കി രാജിയും സ്വന്തമായി ജീവിച്ചു വരികയായിരുന്നു. 2 മക്കളുണ്ട് രാജിക്ക്. മകൾ അച്ഛൻ്റെ കൂടെയും മകൻ അമ്മയുടെ കൂടെയുമായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. മനോജും രാജിയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഭാര്യയെ മനോജിന് സംശയമായിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ തന്നെ പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്നതും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പ്രണയവിവാഹം പഴകിയപ്പോൾ സംശയരോഗം ഇരട്ടിച്ചു എന്നാണ് പറയുന്നത്. പ്രണയ വിവാഹത്തിൻ്റെ ആ ഒരു പഴകൽ അത് ബന്ധത്തിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. വാക്കുതർക്കം മൂത്ത് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സംഭവം തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഒരു ഗ്രാമത്തിലായതുകൊണ്ടാണ് ഏറെയും ഞെട്ടിക്കുന്ന സംഭവമായി മാറിയത്. ആ പ്രദേശത്തുള്ളവർക്കൊക്കെ തന്നെയും ഇവരുടെ പ്രശ്നങ്ങൾ അറിയാമായിരുന്നു. എന്നാൽ ഇയാൾ ഇങ്ങനെ കൊലപ്പെടുത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഈ പ്രശ്നം കുറച്ചു കഴിയുമ്പോൾ മാറുമെന്നാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത്. എന്നാൽ അത് മാറാതെ വന്നതോടെയാണ് എല്ലാവർക്കും അതൊരു വേദനയായി തന്നെ മാറുന്നത്. ഇപ്പോൾ ആ 2 മക്കളുടെ മുഖമാണ് ഒട്ടും സഹിക്കാനാവാത്തത്. മകൻ്റെ മുഖമാണ് ഒട്ടുമേ സഹിക്കാനാവാത്തത്. അമ്മയുടെ കൈവിട്ട് മാറില്ല മകൻ. എപ്പോഴും മകൻ അമ്മയോടൊപ്പം തന്നെയാണ് നിൽക്കാറുള്ളത്. അമ്മയാണ് അവൻ്റെ ജീവൻ. അമ്മുമ്മയും അപ്പൂപ്പനും ഉണ്ടെങ്കിൽ പോലും അമ്മയെക്കുറിച്ച് മാത്രമാണ് അവൻ എപ്പോഴും ചോദിക്കുക, ചിന്തിക്കുക. അമ്മയുണ്ടെങ്കിലേ അവന് ഭക്ഷണം പോലും ഇറങ്ങുകയുള്ളൂ. ആ കുട്ടികളോട് പോലും ഇയാൾ എന്ത് മറുപടി പറയുമെന്ന് അറിയില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.